പാണക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തപ്പോഴേ വളരെയധികം ആദരവോടെ സ്നേഹത്തോടെ എന്നെ പച്ചത്തെറി വിളിച്ച എൻ്റെ പ്രിയപ്പെട്ട ജമാഅത്തെ സഹോദരങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമമായ ആദരാഞ്ജലികൾ നേരുകയാണ്. ആദരാഞ്ജലിയോ അല്ലടാ, ഈ റമദാനിലെ ഇതുപോലെയൊക്കെ തെറി വിളിക്കാൻ കഴിയണമെങ്കിൽ ഹൃദയം ചത്തവർക്കല്ലേ കഴിയൂ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്നേഹത്തോടെ ആദരാഞ്ജലികൾ അർപ്പിക്കണ്ടേ. ഇന്നക ലാ തുസ്മിഉൽ മൗത, ഹൃദയം മരിച്ചവരെ കേൾപ്പിക്കാൻ പറ്റൂല എന്ന് ഖുർആനിൻ്റെ അധ്യാപനല്ലേ. ഞാനിവിടെ പറഞ്ഞത് എന്താ, നിങ്ങൾ കേട്ടതെന്താ? The true essence of my words remain far beyond your comprehension. ഞാനെന്താ പറഞ്ഞതെന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടില്ല. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ പോയതിനെക്കുറിച്ചൊന്നും അല്ല എൻ്റെ വിഷയം. ഞാൻ പറഞ്ഞെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? പാണക്കാട് തങ്ങൾ മൗലിദ് ഓതുന്ന ആളാണ്. പാണക്കാട് തങ്ങൾ ഇസ്തിഗാസ നടത്തുന്ന ആളാണ്. ഈ സംഗതികളൊക്കെ ശിർക്കാണെന്ന് ജമാഅത്തെ സഹോദരങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇത് ശിർക്കാണെങ്കിൽ ഇത് ചെയ്യുന്ന ആൾ മുശ്രിക്കല്ലേ? അങ്ങനെ ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം അങ്ങനെ ശരിയാവുക? അപ്പം അങ്ങനെ ഒരാളെ നിങ്ങൾ ഇമാമത്ത് നിർത്തുമ്പോൾ നിങ്ങളുടെ വാദപ്രകാരം ആ നിസ്കാരം ശരിയാവുമോ? ശരിയാകും എന്നാണെങ്കിൽ മനോഹരമായൊരു കർത്തവ്യമാണ് നിങ്ങൾ ചെയ്തു തീർത്തത്. മനസ്സിലായോ? ശരിയാകുമെന്നാണെങ്കിൽ കേവലം ആ അടച്ചിട്ട മുറിയിലെ ഇഫ്താർ സംഗമത്തിൽ മാത്രം അത് നിൽക്കരുത്, പുറത്തേക്കും വ്യാപിക്കട്ടെ. മുസ്ലിം ഉമ്മത്തിനെ മുശ്രിക്കാക്കുന്ന പണി നിർത്താനാണ് മക്കളെ ഞാൻ പറഞ്ഞത്. അല്ലാതെ തങ്ങൾ പോയതിനെക്കുറിച്ചോ നിങ്ങൾ നിർത്തിയതിനെക്കുറിച്ചോ ഒന്നുമല്ല എൻ്റെ വിഷയം. ഇത്രയേ ഉള്ളൂ. തങ്ങൾ മുശ്രിക്കാണോ? പുറത്തും മുശ്രിക്കാകണം, അകത്തും മുശ്രിക്കാകണം. തങ്ങൾ മുശ്രിക്കല്ലേ? ഇഫ്താറിന് മാത്രം മുവഹിദ്, പുറത്തോട്ടിറങ്ങിയ മുശ്രിക്ക്. അങ്ങനെ ആകരുത്. ഒരു ജമാഅത്തെക്കാരനവരുടെ ഒരു പ്രസംഗം ഞാനിങ്ങനെ കേട്ടു കേട്ടോ. പാണക്കാട്ട് ആത്മീയ നേതാവ് പറയുമ്പോൾ സമുദായത്തിന്റെ ആത്മീയ നേതാവ് എന്ന് പറയുമ്പോൾ സമുദായത്തിന്റെ ആത്മീയ നേതാവല്ല നിങ്ങളെ നേതാവാണെന്ന് പറയാൻ ഒരൊറ്റ ആ വിമർശകന്റെ നാവും പുറത്തുവരാത്ത പാവം, പറയുന്നതിലൊക്കെ അവ്യക്തതയുണ്ട്. അള്ളാഹു അസുഖങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഈ വിശ്വാസം തന്നെയാണോ പാണക്കാട് തങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ളത്? അല്ല, ആ വിശ്വാസം എപ്പോഴാണ് മാറിയത്? പാണക്കാട് തങ്ങൾ എപ്പോഴാണ് മുവഹിദായത്? മുശ്രിക്ക് എന്ന സ്ഥാനത്ത് നിന്ന് പാണക്കാട് തങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയത് എപ്പോഴാണ്? വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അള്ളാഹിൻ്റെ പാശത്തിൽ മുറുകെ പിടിക്കണമെന്ന് ഖുർആൻ പറഞ്ഞല്ലേ. മക്കളെ, നമ്മൾ ഐക്യപ്പെടണം. മുസ്ലിം ഉമ്മത്ത് ഭിന്നിച്ചു പോകരുത്. പരസ്പരം കാഫിർ മുശ്രിക്ക് ആക്കല്ലടോ വേണ്ടത്. ഈ ഇഫ്താർ സത്യമാണെങ്കിൽ പുറത്തും ഇവരൊക്കെ, ഈ സുന്നികളൊക്കെ മുവഹിദുകളാകണം, സമസ്തക്കാരൊക്കെ മുവഹിദുകളാകണം. അല്ല, ഈ സമസ്തക്കാരൊക്കെ അടച്ചിട്ട റൂമിൽ ഇഫ്താറിന് മാത്രം മുവഹിദ്, പുറത്തിറങ്ങിയാൽ മുശ്രിക്ക് എന്ന് പറയുന്നത് ഖുർആനിനെതിരല്ലേ? അപ്പോൾ നമ്മൾ വഞ്ചകന്മാരും ചതിയന്മാരും അല്ലേ? അങ്ങനെ ആകരുതെന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ഇനിയും എന്നെ പച്ചത്തെറി വിളിക്കാൻ വരുന്നവർക്ക് ഒന്നുകൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അള്ളാഹു സ്വീകരിക്കട്ടെ.